ബിഹോൾഡിങ്, ജാഗ്രതയോടെ നോക്കുക. കഴിഞ്ഞ പാർട്ട് 2 ആണിത്. കഴിഞ്ഞ ദിവസം കർത്താവിനെ നേരിട്ട് കാണാനുള്ള ഒരു ആഗ്രഹം, നമ്മൾ ദൈവത്തിനെ കാണാനുള്ള ഒരു വാഞ്ച, അതിനുള്ള ഒരു വലിയ വാക്വം നമ്മളിലുണ്ട് എന്ന കാര്യമാണ് പറഞ്ഞത്. പാസ്കൽ എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു, ദൈവം ഉണ്ടാക്കിയ ഒരു വലിയ കുഴി പോലത്തെ ഒരു ദ്വാരമാണിത്. അതിനകത്ത് നിറയ്ക്കാൻ വേറൊന്നിനും സാധിക്കത്തില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം, ദൈവം പറയുന്നു ദൈവത്തെ ഇല്ലാതെയുള്ള ജീവിതം നാശത്തിലേക്കാണ് പോകുന്നത്. കർത്താവ് പറയുന്നത്, ദ മിറാജ് ഓഫ് എ ഗോഡ് ഫ്രീ ഹാപ്പി ലൈഫ് ക്യാൻ ലീഡ് ടു സെൽഫ് destruction. The mirage of a God-free happy life can lead to self-destruction. അതായത് മരീചികയാണ്, ഇതൊരു മരീചികയാണ്. നമ്മൾ മരുഭൂമി കൂടെ നടക്കുകയാണ്, വേണ്ടാത്ത സാധനങ്ങളെല്ലാം അക്യുമുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. എന്നിട്ട് എല്ലാ സാധനവും തോളത്തൊരു ഭാരമായിട്ട് മാറിക്കഴിഞ്ഞ് എല്ലാ സുഖങ്ങളും അനുഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മളോട് അന്തരാത്മാവ് പറയും, നിന്നെ തന്നെ നീ നശിപ്പിക്കുകയാണ് ചെയ്തത്. കടിഞ്ഞാണില്ലാതെ ഒരു പോകുന്ന ഒരു അവസ്ഥ അതൊരിക്കലും ഉണ്ടാകരുത്. ഒരു പട്ടം പോലും ശരിയായിട്ട് പറക്കണമെങ്കിൽ, ആകാശവിധാനത്തിൽ ശരിയായിട്ട് പറക്കണമെങ്കിൽ അതിനൊരു ചെറിയ ചരട് പിടിച്ച് വലിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് ആ ചരടയിലാണ് ആ പട്ടം ഭംഗിയായിട്ട് പറക്കുന്നത്. അല്ല, പട്ടം കുറച്ച് കഴിയുമ്പം പറയണം എന്നെ അങ്ങ് വിട എന്ന് പറഞ്ഞ് നമ്മൾ വിട്ട് കഴിയുമ്പം വിതിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റിനകം അതെവിടെയെങ്കിലും ചെന്ന് വൃക്ഷത്തിൻ്റെ കൊമ്പേലോ അല്ലെ എവിടെയെങ്കിലും സ്ഥലത്തോ ചെന്ന് വീണ് കീറിപ്പറിഞ്ഞ് കിടക്കുന്നതാണ്. തീർന്നു, പട്ടത്തിൻ്റെ പറക്കൽ തീരും. അതാണ് മനുഷ്യൻ്റെ ജീവിതം. നമ്മൾ സെൽഫ് ഡിസ്ട്രക്ഷനിലേക്കാണ് പോകുന്നത്. അതായത് നിറയ്ക്കേണ്ടതായ കാര്യം കൊണ്ട് നിറയ്ക്കാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നിറച്ച് ഇവിടെയാണ് എൻ്റെ സന്തോഷമെന്ന് പിശാച് തോന്നിപ്പിക്കുന്നു എങ്കിൽ ഒരു അവെയർനെസ് ഇട്ട് കൊടുത്തിട്ട് ഇതല്ല മകനെ എന്ന് പറയാനുള്ള ഒരു കൃപ വരണം. പ്രയത്നിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. എല്ലാ ആൺമക്കളും അമ്മമാർ വിളിക്കുന്നവരെല്ലാം പറയുന്നുണ്ട് അവരുടെ എൻ്റെ മകന് ജോലിയാണ്, അവൻ അത് ചെയ്തു എന്നിട്ട് പ്രൊമോഷൻ കിട്ടുന്നില്ല, ഇതാണ് ഒക്കെ പറയും. നമ്മളെല്ലാം ഈ ഒരു ഗുണമുണ്ട്, എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ എല്ലാം മക്കൾ ദൈവത്തെ വിളിക്കുന്നവരാണ്. അതുകൊണ്ട് അമ്മമാർ പ്രാർത്ഥിക്കുന്ന എത്ര ബഹളം വെച്ചാലും ഈ അമ്മ പുറകിൽ നിന്ന് പ്രാർത്ഥിച്ച കാര്യം നേടിയെടുക്കുന്നതാണ്. ഈ കുഞ്ഞുങ്ങൾ തന്നെ ദൈവത്തിലേക്ക് വരാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അവർ തന്നെ നമ്മളെക്കാട്ടിൽ ഉപരിയായിട്ട് ഒരു ദൈവത്തെ അറിയണമേ, ആ ദൈവത്തെ. അതല്ല എങ്കിൽ അത് വെറും ഒരു മരീചികയാണ്. സുഖത്തിലേക്ക് മാത്രം പോകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഉറപ്പോടെ നിന്നോട് പറയാണ്, എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? അപ്പച്ചൻ മാറ്റ്. അതായത് നിന്നെ ഞങ്ങളങ്ങ് ഏൽപ്പിക്കുകയാണ് ഇവർ. നീ ചെയ്തേ പറ്റൂ. നമ്മൾ യേശുക്രിസ്തു വന്ന കാലത്ത് പോലും ക്രിസ്തു പലരുടെ അടുക്കൽ ഈ നിത്യജീവനെക്കുറിച്ചും ഞാൻ എന്തിനാ വന്നതെന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് പലരും അത് സ്വീകരിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 7:35 ഇങ്ങനെ വായിക്കുന്നു, ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇതെന്താണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്? അതായത് അതിന് മുൻവശം മുകളിലോട്ട് വായിക്കുമ്പോൾ ദൈവം യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ യേശു പറയുന്നുണ്ട്, സ്ത്രീകളിൽ ഏറ്റവും വായിച്ചേക്കാം, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനിലും വലിയവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാൻ്റെ സ്നാനം ഏറ്റതിൽ ദൈവത്തെ നീതീകരിച്ചു. അങ്ങനെ യോഹന്നാൻ പാപബോധം കൊടുത്ത് അല്ലെങ്കിൽ മാനസാന്തരം വന്ന് റിപ്പൻറ്റ് ആൻഡ് കം ബാക്ക് ടു ഗോഡ് എന്ന് വിളിച്ചു പറയുമ്പം പാപികളും ചുങ്കക്കാരും എല്ലാം ദൈവത്തെ അനുകരിച്ചു. അവർ സ്വീകരിച്ചു എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഈ യോഹന്നാൻ്റെ സ്നാനമേൽക്കുകയോ അത് ശരിയോ എന്ന് പറയാതെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തലമുറയോട് എന്താണ് പറയേണ്ടത്? അത് യേശുക്രിസ്തു അത് കഴിഞ്ഞിട്ട് യേശു പറയാണ്, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തേരുന്ന അന്യോന്യം വിളിച്ചു പറയുന്ന കുട്ടികളോട് തുല്യം. അതായത് കുഴലൂതുമ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യണം.
വിലാപ സമയത്ത് കരയണം. ഇതിനൊക്കെ സമയങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ സമയവും കാലവും ഇല്ലാതെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ മഹത്വത്തെ മറന്ന് ജീവിച്ചാൽ ഒന്നും നേടാത്തവരായി മാറുകയാണ്. അപ്പം നമ്മൾ ദൈവത്തിനെ എന്തിനാണ് ചോദിക്കുന്നത്? എന്തിനാണ് യേശു വന്നത്? എനിക്കും നിങ്ങൾക്കും നിത്യമായ ജീവൻ തരണം. പരീശന്മാരും ന്യായാധിപന്മാരും യേശുക്രിസ്തുവിനെ ചോദ്യം ചെയ്യുമ്പം ടാക്സ് കളക്ടേഴ്സ്, അതായത് പാപികളും ദുഷ്ടന്മാരുമായിട്ടുള്ളവർ യേശുവിനെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നിരിക്കുന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ ചുങ്കക്കാരും പാപികളുമായവർ യേശുവിനെ സ്വീകരിച്ചു. വലിയ നിയമം അറിയാമെന്ന് പറയുന്ന ഫരിസേയരും പണ്ഡിതന്മാരും അവർ ദൈവത്തെ സ്വീകരിച്ചില്ല. വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. നമ്മൾ വലിയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ അല്ലെ പാരമ്പര്യമായിട്ട് ദൈവത്തെ അറിയാവുന്നത് കൊണ്ടോ അല്ല മഹത്വം ഇവിടെ വരേണ്ടത്. നമ്മുടെ മക്കൾ യേശുവിനെ അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് 2025 പ്രാർത്ഥനയും ഉപവാസവും നടത്തേണ്ടിയിരിക്കുന്നു. അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ജനത ഉണ്ടാക്കിയേ പറ്റൂ. അടുത്ത തലമുറ സുഖമാണെന്ന് വിചാരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, അതിൻ്റെ അടുത്ത തലമുറ വരുന്നത് നാശമായിരിക്കും. കാരണം ലോകം അങ്ങനെയാണ് പോകുന്നത്. സ്കൂളുകളിൽ വിടാൻ പേടിയാണ്. ഇപ്പം അമേരിക്കയിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ വിട്ട് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും രാവും പകലും നോക്കിയിരിക്കുകയാണ്. അവർ ജോലിക്ക് പോലും പോകാതെ ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടി. ഒന്നുപോലെ നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിള്ളേർ പോയി അവിടെ സേഫാന്ന് നമ്മൾ കുറേയെങ്കിലും ചിന്തിക്കുന്നു. അവിടെ അത്രയും പോലും ഇല്ല. ഇവിടെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പം XX ക്രോമസോം XY ക്രോമസോം ഒന്നും ഇല്ല, ഇഷ്ടമുള്ള ക്രോമസോം ഉണ്ടാകും. മനുഷ്യൻ പുരുഷനുമല്ല സ്ത്രീയുമല്ല എന്ന് പഠിപ്പിക്കാൻ തുടങ്ങുന്ന കാലം വരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ഛായ. അവൻ പറയുന്നവൻ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചതെന്ന്. ദൈവത്തിൻ്റെ സൃഷ്ടി പാപം ചെയ്തതോടുകൂടി വികൃത വന്നു. പക്ഷെ അതുകൊണ്ട് ദൈവത്തെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ഫോളൻ വേൾഡ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ നേർവഴിക്കാകാൻ വേണ്ടി ദ ബിഹോൾഡിങ് ക്യാരക്ടർ, ദൈവം ആരെന്നറിയാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ വന്നിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരി. ആരാണ് നീതീകരിക്കുന്നത്? ദൈവത്തിൻ്റെ മക്കളാകുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത്. അവർക്കാണ് ജ്ഞാനമുള്ളത്. ഞാനത് തിയോളജി പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വേദപുസ്തകം ജ്ഞാനം പഠിച്ചത് കൊണ്ടോ അല്ല യേശു ക്രിസ്തു പറയുന്നത്. പാപികളും ചുങ്കക്കാരും എൻ്റെ വചനം കേട്ടിട്ട് പാപബോധമുണ്ടായിട്ട് തിരിച്ചെന്നിലേക്ക് നിത്യജീവനിലേക്ക് തിരിച്ചു വന്നുവെങ്കിൽ, എല്ലാം അറിയാവുന്ന ശാസ്ത്രികൾ കർത്താവിനെ കണ്ടില്ല എപ്പം പറയുന്നു, അങ്ങനെയുള്ളവർക്കാണ് ജ്ഞാനം കൊടുത്തിരിക്കുന്നത്. ആർക്കാണ് ദൈവം പറയുന്നത്? അതുകൊണ്ട് ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെടും. എങ്ങനെയാണ് മക്കളായത്? പാപികളും ചുങ്കക്കാരും ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ അവർ യേശുവിൻ്റെ ദൈവത്തിൻ്റെ പുത്രന്മാരും യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിയുമായി മാറുകയാണ്. അതാണ് ബിഹോൾഡിങ്ങിൻ്റെ ഗുണം. എന്തെല്ലാം എൻ്റെ ചുറ്റുപാട് എന്നൊക്കെ ബഹളമോ കൊട്ടും കുരവയോ ഉണ്ടായിക്കോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാൻ, അതാണ് സൈലൻറ്റ് വാക്ക് വിത്ത് ദ ലിവിങ് ഗോഡ്. അവൻ്റെ അടുക്കൽ വന്നിരിക്കാൻ നമ്മൾ പഠിക്കണം. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു പോലും അതിരാവിലെ ആരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് ചെന്നിട്ട് പിതാവിനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മൾ ആരുടെ മുഖമാണ് ദിനം പ്രതി കാണുന്നത്? എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴേ ബിസിനസ്, എഴുന്നേൽക്കുമ്പോഴേ ടെലിഫോണ്, എഴുന്നേൽക്കുമ്പോഴേ മറ്റു കാര്യങ്ങൾ, ഭാരങ്ങൾ, വിഷമങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ചിന്ത വരുമ്പം വി ഹാവ് ഫോർഗോട്ടൺ the truth that we are actually grafted to the vine of Jesus Christ. ക്രിസ്തുവാകുന്ന മുന്തിരിയിലേക്ക് എന്നെ ഗ്രാഫ്റ്റ് ചെയ്ത്, അതായത് ഒട്ടുമാവിനെ പോലെ ഒട്ടുവൃക്ഷം പോലെ അതിനെ എന്നെ കെട്ടിവെച്ചിട്ടുണ്ടെന്നത് ഞാൻ മറന്നു പോവുകയാണ്. ആ മറവി വരരുത് നമുക്ക്. നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന്, താവേ, ഞാൻ ഇന്ന് എന്തൊക്കെ ഉണ്ടെങ്കിലും നിൻ്റെ സന്നിധിയിൽ അല്പം നേരം ഇരിക്കാതെ ഞാൻ പുറത്തോട്ട് പോകത്തില്ല. മക്കളെ പഠിപ്പിക്കുക. സദൃശ്യവാക്യം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് 2-3 സെൻറ്റൻസ് വായിച്ച് കേൾപ്പിക്കുക. സങ്കീർത്തനം 23 കാണാതെ പഠിപ്പിക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കൊച്ചു പിള്ളേർ, അവർക്കൊന്നും മനസ്സിലാകത്തില്ല എന്ന്. വെറുതെ
അവരുടെ ആത്മാവ് നമ്മളെക്കാട്ടി വലുതാണ്. ഇത് കഴിഞ്ഞൊരു ദിവസം ഒരാൾ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. മാഡം, എൻ്റെ കൊച്ചുമോന് 3 വയസ്സേ ഉള്ളൂ. മാഡത്തിൻ്റെ മെസ്സേജ് വരുമ്പോഴെല്ലാം അവൻ ശ്രദ്ധയോടെ അത് കേട്ടോണ്ടിരിക്കും. ആ പടം എനിക്ക് അയച്ചു തന്നു. വേറൊരാൾ എനിക്ക്, അവന് 3 വയസ്സുള്ള ഒരു ആൺകുട്ടി, അത് എൻ്റെ വചനം കേൾക്കും ടി വി വരുമ്പോൾ അവന് മിണ്ടാതിരിക്കും, വേറെ ഏതെങ്കിലും വന്ന് അവൻ ഓഫ് ചെയ്യുമെന്ന്. ഇതൊക്കെ നടക്കുന്നെന്ന് കേൾക്കുമ്പോൾ ശിശുക്കൾ ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചു പറയുമെന്നുള്ള 8-ാം സങ്കീർത്തനമാണ് നമ്മൾ അയക്കുമ്പോൾ അവരുടെ അന്തരാത്മാവ് തുറക്കുന്നു എങ്കിൽ, ഗർഭപാത്രത്തിലിരിക്കുന്ന ശിശുവിന് പോലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് വേദപുസ്തകം കാണിക്കുന്നു എങ്കിൽ, അമ്മയപ്പന്മാർ കൂടുതൽ ദൈവത്തിലേക്ക് കടന്നു വന്ന് ബിഹോൾഡ് ദ ഗ്ലോറി ഓഫ് ദ ലിവിങ് ഗോഡ്, ദൈവത്തിൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കുക. അങ്ങനെ ചെയ്താൽ ഒരു പ്രതിഫലം ദൈവം തരും. നമ്മുടെ മക്കൾ ഏത് വഴിയിൽ ചെന്നാലും, ഏത് കൂരിരുട്ടിലിരുന്നാലും, യെശയ്യാ 54 പറയുന്ന പോലെ, എന്നെ സഹായിക്കാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ കരങ്ങൾ കുറുകിയിട്ടുണ്ടോ, കേൾപ്പാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ ചെവി അടഞ്ഞിട്ടുണ്ടോ, നിങ്ങളുടെ പാപങ്ങൾ അത്രേ എന്നിൽ നിന്ന് നിങ്ങളെ മാറ്റുന്നത്. പാപത്തെ അഴിച്ചു മാറ്റി പാപത്തെ മരണത്തോളം വെറുക്കണമെന്നാണ് ദൈവം പറയുന്നത്. എന്നിട്ട് ക്രിസ്തുവിലേക്ക് നമുക്ക് തിരിച്ചു വന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കാം. നാഥ, ഞങ്ങൾ തലമുറയായിട്ട് നിൻ്റെ അടുക്കൽ വന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവിടുന്ന് യേശു ഭൂമിയിൽ ജീവിച്ച കാലത്ത് വചനം അറിയാവുന്നവർ, അവർ ഫാരിസീസും അതുപോലെ ന്യായശാസ്ത്രികളും നിൻ്റെ വചനം യോഹന്നാനിൽ കൂടെ കേട്ടു, നിന്നിൽ കൂടെ കേട്ടിട്ടും അവർ നിന്നെ നിരസിക്കുകയാണ് ചെയ്തത്. എന്നാൽ പാപികളും ചുങ്കക്കാരും ടാക്സ് കളക്ടേഴ്സും അങ്ങനെയുള്ള ദോഷികളായ മക്കൾ നിൻ്റെ വചനം കേട്ട് പാപബോധമുണ്ടായിട്ട് തിരിച്ചു വന്ന് ദൈവമക്കൾ, അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ മക്കളെന്നാണ് വിളിച്ചത്. അതുകൊണ്ട് കർത്താവേ, നീ എപ്പോഴാണ് ഞങ്ങൾ കുഴലൂതുമ്പം ഡാൻസ് ചെയ്യേണ്ടിയപ്പം ഡാൻസ് ചെയ്യാൻ, കാഹളം ഊതുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ, വിലാപത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ, വിലപിക്കുവാനൊക്കെയുള്ള ഹൃദയം വിട്ടത്. ഒക്കത്തിനും ഒരു സമയമുണ്ട് കർത്താവേ. നിൻ്റെ ആത്മാവ് ഞങ്ങളോട് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ അടുത്ത തലമുറകളെ ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ നീയാകുന്ന മുന്തിരിയിലേക്ക് അവരെ കെട്ടിവെക്കുന്നു. എവിടെ പോയാലും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നിന്നോടവരെ കെട്ടിവെക്കുകയാണ്. അത് നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ ഞങ്ങൾക്ക് അധികാരമുണ്ടല്ലോ. മാതാപിതാക്കൾക്ക് മക്കളോട് ഒരു അധികാരമുണ്ട്. ഈ ലോകത്തിൽ പല ഗവൺമെൻറ്റുകളും മക്കളുടെ മേൽ കൂടുതൽ അധികാരം എടുക്കുമ്പോൾ, സർവശക്തനായ ദൈവം ഞങ്ങളുടെ മക്കളുടെ മേൽ ദുഷ്ടൻ്റെ അധികാരത്തെ അഴിച്ചു മാറ്റി സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോടുകൂടെ നിന്ന് ജീവിപ്പാനും നിന്നിൽ പ്രാപിച്ചെടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവരനുഭവിക്കുവാൻ ഇട്ടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.